സർക്കാർ അഭിഭാഷക നിയമനത്തിൽ വീണ്ടും വിവാദം. സിപിഐയുടെ വനിതാ നേതാവിനെ ഹൈക്കോടതി സീനിയർ അഭിഭാഷകയായി നിയമിച്ചു. ഉത്തരവിറങ്ങിയതോടെ പി ദീപ്തിയുടെ രാജി സിപിഐ എഴുതി വാങ്ങുകയും ചെയ്തു. അതേസമയം ദീപ്തി ചുമതല ഏറ്റെടുത്തിട്ടില്ല എന്ന് AG ഓഫീസ് അറിയിച്ചു. ദേവസ്വം സ്പെഷ്യൽ GP ആയി KB പ്രദീപിനെ ഉൾപ്പെടുത്തിയതിൽ നിന്ന് തലയൂരുന്നതിനിടയിലാണ് പുതിയ സംഭവവികാസങ്ങൾ സർക്കാരിന് തലവേദനയാകുന്നത്. KB പ്രദീപ് ഉൾപ്പെട്ട അതേ പട്ടികയിലാണ് T ദീപ്തി സീനിയർ ഗവൺമെന്റ് ലീഡറായി ഉൾപ്പെട്ടിരുന്നത്. T ദീപ്തി തൃപ്പൂണിത്തുറയിലെ CPIയുടെ ലോക്കൽ കമ്മിറ്റി അംഗവും മഹിളാ സംഘം നേതാവുമായിരുന്നു. ഈ ഉത്തരവ് ഗവൺമെന്റ് ലീഡറായിട്ടുള്ള ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടി നേതൃത്വം ഇവരെ വിളിച്ചു വരുത്തുകയും രാജി എഴുതി വാങ്ങുകയുമായിരുന്നു. എന്നാൽ ദീപ്തി പറയുന്നത് താൻ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അത് മുൻപേ അവസാനിപ്പിച്ചതാണ്. മാത്രമല്ല ഗവൺമെന്റ് ലീഡറായി താൻ ചുമതല ഏറ്റെടുത്തിരുന്നില്ല, ഇതുകൊണ്ട് തന്നെ രാജി ആവശ്യമില്ല എന്നുള്ളതാണ് ദീപ്തിയുടെ നിലപാട്. ഇതിനെ അപ്പാടെ പാർട്ടി നേതൃത്വം തള്ളുകയാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് T ദീപ്തി എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ AG's ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ AG's ഓഫീസ് പറയുന്നത് ദീപ്തി ചുമതല ഏറ്റെടുത്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു രാജി ആവശ്യമില്ല എന്നുള്ള ദീപ്തിയുടെ നിലപാടിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് AG's ഓഫീസിന്റെ പ്രതികരണം വരുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ വലിയ ഒരു സമ്മർദ്ദമുണ്ട്. വിവിധ മത സാമുദായിക സംഘടനകളൊക്കെ കുറെ പേരുകൾ നൽകുന്നു. പക്ഷേ ഇതൊന്നും വേണ്ട വിധത്തിൽ പരിശോധിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ആ പരിശോധിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇതിനു പുറമെയാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഒരു എതിർപ്പ് വരുന്നത്. അതായത് കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു നിയമനം ലഭിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ലോയേഴ്സ് കോൺഗ്രസും പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇനി 40ഓളം പേരുടെ ഒരു ഗവൺമെന്റ് ലീഡറായുള്ള പട്ടികയാണ് പുറത്തു വരാനുള്ളത്. ഈ പട്ടിക പുറത്തു വരുമ്പോൾ കൂടുതൽ വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്.